മാസാവസാനമായി ടാർജറ്റ് എങ്ങനെയെങ്കിലും തികച്ചേ പറ്റുള്ളൂ നമുക്ക്. അത് കാരണം ഒരു വണ്ടിക്കാരനെ വെറുതെ വിടണ്ട, എക്കത്തിനും ചാർജ് ചെയ്തോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണോ? എനിക്കൊരു ലീവ് വേണം. തനിക്കിത് ഏത് നേരം ലീവ് ലീവ് ലീവ്. ഇപ്പൊ എന്തിനാ ലീവ്? എന്റെ ഭാര്യയുടെ പ്രസവത്തിനാന്നേ. അത് നമുക്ക് ആദ്യം ഇത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. താൻ ബാക്കി വണ്ടിക്കാർ അല്ലേ? അതെ, നമുക്ക് ആലോചിക്കാടോ. ഒറ്റ വണ്ടി ഞാൻ വിടത്തില്ല സാറേ. ഒരു സ്കൂട്ടറുകാരൻ വരുന്നുണ്ട്, പൊക്കട്ടെ. തന്റെ കൂട്ടുകാരൻ തന്നെയാണ് നമ്മളെന്തിനാ പൊക്കണത്? കൂട്ടുകാരനല്ലെന്ന്, ഒരു സ്കൂട്ടറുകാരൻ വരുന്നുണ്ട്. പൊക്കട്ടെ. നിർത്തണ വണ്ടി, എടുക്കണ പൈസ. നടു റോഡിൽ പിടിച്ചു പറയാ. അത് ശരി, റോഡിലാണോ വണ്ടി ഓടിക്കണേ? പിന്നെ തോട്ടിലൂടെയാണോ വണ്ടി ഓടിക്കാൻ? സാറേ ഇവരെന്നെ ഉത്തരം മുട്ടിച്ചു, മുട്ടപ്പോക്ക് പറയുവാ. താനൊന്നും മിണ്ടാതിരിക്കോ. ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ഇത് കുറച്ച് നേരത്തെ ആരും അടിച്ചോണ്ട് പോയി സാർ. അതിന് പരാതി കൊടുക്കാൻ സ്റ്റേഷനിലേക്ക് പോണ വഴിക്കാം. എല്ലാവരും പറയുന്ന മറുപടിയാണ് ഹെൽമെറ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോ. തന്റെ ബുക്കും പേപ്പറൊക്കെ ഇട്. ബുക്കും പേപ്പർ ഇല്ല സാർ. ബുക്കും പേപ്പർ ഇല്ല. ബുക്കും പേപ്പറും ഇല്ലേ? എഴുതിക്കൂടെ കൂടെ ചാർജ് തന്നെ എഴുതിയേക്കാം. എന്താണ് ചിരിക്കണത്? അതല്ല, എനിക്ക് വണ്ടിയെങ്കിലും ഉണ്ട്, എന്നിട്ട് ഇത്രയും ഫൈൻ. വണ്ടി പോലും ഇല്ലാത്തടുത്ത് നടന്നു വരുന്നുണ്ട്, അതിന് എത്ര ഫൈൻ കൊടുക്കും നിങ്ങൾ? 1500 രൂപ ഞാൻ എഴുതി കൊടുക്കും. മട്ടത്തിന് പറയല്ലോ, ഒരു 2500 രൂപ കൊടുക്കാം. മാറിക്കടങ്ങട്. ഇത് ഞാൻ പറയേണ്ട ഡയലോഗ് അല്ലേ, പിന്നെ എന്തിനാ താൻ പറയണത്? സാറ് പറയേണ്ട ഡയലോഗ് ഞാൻ പറഞ്ഞിട്ട് സാറിന്റെ ജോലി ഭാരം കുറച്ചതല്ലേ? അങ്ങനെ നീ വലിയ ജോലി ഭാരം കുറക്കാൻ നിക്കണ്ട കേട്ടാ. ബുക്കും പേപ്പറും ഇല്ല, ലൈസൻസും ഇല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നും ഇല്ലാണ്ടാവും വന്നേക്കാണ്. സാറേ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം കറക്റ്റാ. എല്ലാം കറക്റ്റാണല്ലോ. എന്നിട്ട് നീ എന്താ ബുക്കും പേപ്പറും ഇല്ലാന്ന് പറഞ്ഞത്? അതാണ് ഞാനും ആലോചിക്കണത്. ഞാൻ എടുത്തോണെന്ന് ഒരു വണ്ടിയിലും ബുക്കും പേപ്പർ ഉണ്ടായിരുന്നില്ല സാറേ. അപ്പൊ മോഷ്ടിച്ചിട്ട് വന്ന വണ്ടിയാണ് സാർ. ഇത്ര ധൃതിയല്ലേ? അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് വന്നതാ. ഇവിടെ നോക്കിയേ, സുഖമല്ലേ? സുഖമാണ് സാറേ. മുടിയെടുത്ത് പുറത്തേക്ക് ഇട്ടടാ. കള്ളൻ സുഖു. എടാ സുഖു, ഈ ഷാരൂഖ് ഖാന്റെ പോലെ മുടി ചരിച്ചിട്ട് ഇരിയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയൂലെന്ന് കരുതിയാ. എടാ നിന്നെ ഞാൻ കൂത്താട്ട് വളർത്തൊരു വീട് കുത്തി തുറന്ന കേസിൽ പിടിച്ചാലടാ, എന്നിട്ട് നീ നന്നായില്ലേ? അല്ല, അന്ന് പിടിച്ച് കോടതിയിൽ തെളിവില്ലാത്തോണ്ട് എന്നെ വെറുതെ വിട്ട്. പിന്നെ മോഷ്ടിച്ച സ്വർണ്ണൊക്കെ എനിക്ക് തന്നെ എടുക്കാലോ സാറേ. അവര് മീറ്റിംഗ് ഉണ്ട്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ആ വീട്ടിൽ ആളില്ലെന്ന് എങ്ങനെ നിനക്ക് മനസ്സിലായി? അത് FB വഴി. സാറേ SP വരെ ഈ കളവിന് കൂട്ടി നിന്നോ? ഈ SP ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഔട്ടാവും. അയ്യോ, നിങ്ങൾ എന്താ പറയണേ? SP അല്ല, FB, ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് വഴിയാണോ? ഫേസ്ബുക്ക് വഴി നീ എങ്ങനെ മനസ്സിലാക്കി? ഈ ഫാമിലി ഫേസ്ബുക്കിൽ ഒരു ഫാമിലി ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചവര്, വി ആർ എൻജോയിങ് ഊട്ടി അറ്റ് 4 days. സാറേ ആൾമാറാട്ടം, ഷേപ്പ് മാറി. അല്ലടാ, ഇയാളെന്തിനാ തല്ലിയത്? ഇംഗ്ലീഷ് പറഞ്ഞു, നമ്മളെ മലയാളത്തിൽ പറയടാ. അതായത് അവര് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അവര് ഊട്ടിയിലാണ് 4 ദിവസം അടിച്ചു പൊളിക്കാൻ പോയേക്കാണെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ വീട്ടിൽ ആരും ഇല്ലാന്ന്. ഓക്കെ, അതെ അതെ. പക്ഷെ എന്നാലും അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് സാറേ ഞാൻ മോഷ്ടിച്ചത്. അതെങ്ങനെ? ഞാൻ അവരുടെ പോസ്റ്റിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ട്, വാവോ നിങ്ങൾ അവിടെ അടിച്ചു പൊളിക്കുക, ഞാൻ ഇവിടെയും പൊളിക്കാന്ന്. അപ്പൊ അവര് തിരിച്ച് എനിക്ക് മറുപടി ഇട്ട്, നിങ്ങൾ അവിടെ പൊളിക്കുമ്പോഴത്തേ നമ്മള് കൂടെ ഉണ്ടെന്ന്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പൊളിച്ചു കയറി. ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇവനെ കണ്ടുപിടിച്ചു. താങ്ക് യു സർ, താങ്ക് യു. കേറിപ്പോടാ വണ്ടിക്ക്. എടോ, ഇതൊക്കെ ഞങ്ങള് പറയേണ്ട ഡയലോഗാണ്. അല്ല, അത് ഞാൻ പറഞ്ഞ സാറിന്റെ ജോലി ഭാരം ഒന്ന് കുറച്ചല്ല. നീ വലിയ ജോലി ഭാരം കുറക്കാൻ നിൽക്കണ്ട, കേറിയടാ ജീപ്പില്. അല്ല, അപ്പൊ സ്കൂട്ടറോ? സ്കൂട്ടർ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിച്ചോളാം. അപ്പൊ ഞാൻ അവിടെ വന്ന് കട്ടോളാം. നിന്നെ ശരിയാക്കി തരാടാ. ജീപ്പിലൊന്നും ആരും കേട്ടോ, അവൻ ജീപ്പ് അടിച്ചോണ്ട് പോയാലോ? അത് കൊണ്ടോട്ടോ, അത് ഉരുമ്പോ ആർക്ക് വേണം? അതെങ്ങനെയായിരുന്നു നമ്മുടെ തലേന്ന് ഒഴിയാൻ നിൽക്കണ്. എന്നിട്ട് ഒരു പുതിയ ജീപ്പിൽ നമുക്ക് ഓർഡർ ചെയ്യാലോ. സാറേ എന്റെ ലീവിന്റെ കാര്യം പ്രസവത്തിനല്ലേ? എടോ, അത് നമുക്ക് ആലോചിക്കുക. താൻ ആദ്യം ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള പരിപാടി നോക്ക്. സാറേ ഒരു ചരക്ക് വണ്ടി വണ്ടേ? ചരക്ക് വണ്ടി. ചരക്ക് വണ്ടി എന്ന് പറഞ്ഞിട്ട് അതൊരു കാറാണല്ലോ. അവിടെ വെച്ചാ ബുക്കും പേപ്പറോട്ട് പോരെ. സാറേ ഇത് ജിക്കി, ഞാൻ ബാബു.
ബാബു ചിക്കിന്നാ? അല്ല ബാബു ജിക്കി അല്ല, ഞാൻ ബാബു, ഇത് ജിക്കി എന്റെ വൈഫ്. ഓക്കെ ഓക്കെ. അതെ. ഇതെന്താണ് ഇത്? അത് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയില്ല സാറേ. അതുകൊണ്ട് ഞാൻ സീറ്റ് ബെൽറ്റ് സാറിനെ കാണിക്കാൻ വേണ്ടി അല്ല, കാറിലിരിക്കുമ്പോഴാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത്. അല്ല സാർ, ഇവിടുന്ന് നോക്കുമ്പോ കാണാൻ കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ സീറ്റ് ബെൽറ്റോടുകൂടി സാറിനെ കാണാൻ വന്നത്. സത്യസന്ധതയുടെ പര്യായം. അതെ അതെ. ചോദിക്കണോ സാർ? ഞാൻ ബാബു, ഇത് ജിക്കി. അതൊക്കെ മനസ്സിലായി. ഏതാ കാറ്? അയ്യോ, ഇത് കാറല്ല സാർ, എന്റെ ഭാര്യ ജിക്കിയാണ്. അതല്ലെന്ന്. പിന്നെ കാറ് ഏതാന്ന്? കാറ് സാർ ഇതുവരെ കണ്ടിട്ടില്ലേ? കാർ ഇതേ ഇങ്ങനെ ഇരിക്കും. ഇത് രണ്ടും ഫ്രണ്ട് ടയർ, ഇത് രണ്ടും ബാക്ക് ടയർ. ഇവിടെ സ്റ്റെപ്പിന് വെക്കും. ഈ 2 സ്റ്റെപ്പിന് ഉണ്ടല്ലോ. ഒരെണ്ണം പഞ്ചറാ സാർ. അതല്ല, എന്തോ കമ്പനി ഏതാണെന്ന് തന്റെ? വൈകുന്നേരം ഓനാച്ചൻ ഒരു ഫുള്ളുമായിട്ട് വരും. പിന്നെ തങ്കച്ചനും നീയക്കും കൂടെ. വർഗീസ് ഷെയർ ഇടാറുണ്ടോ? ഷെയർ ഇട്ടവർക്ക് കൊടുത്താ പോരെ. നീ എന്തിനാ അങ്ങനെ? വെള്ളം അടിക്കണ കമ്പനിയല്ല, തന്റെ കാറിന്റെ കമ്പനി ഏതാണെന്ന്. അയ്യോ, അതെന്തിനാ കരയണേ? എന്തിനാ കരഞ്ഞതല്ല, കമ്പനിയുടെ പേര് അയ്യോ. അയ്യോ I10 എന്ന് പറഞ്ഞ കാറില്ലേ, അതാ അയ്യോ. ശരി ശരി. അതെ, വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ എടുക്ക്. എടുത്തോണ്ട് വരാം സാർ. വേണം. ഞാമേ അല്ല, ഈ വണ്ടിയുടെ ബുക്കും പേപ്പറും വണ്ടിയിലില്ല സാർ. ഇല്ല. അത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എന്റെ ഭാര്യ ജിക്കിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ ജിക്കി എടുക്ക്. അല്ല സാർ, ഞാൻ മറന്നുപോയി സാർ. ഒരു തവണത്തേക്കൊന്ന് ക്ഷമിക്കണേ. നല്ല കാര്യം. അതെ സാർ, കാരണം എന്റെ ഭാര്യ ഭയങ്കര സ്നേഹസമ്പന്നയാണ് സാർ. എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം സാർ. എനിക്കും അതുപോലെ തന്നെയാണ്. ഞാൻ വാക്കുകൊണ്ട് പോലും ഞാൻ അവളെ വേദനിപ്പിക്കാറില്ല. ഞാനൊരു അടി പോലും കൊടുത്തിട്ടില്ല സാർ. അതെന്താ കൊടുക്കാത്തത്? അതിനുള്ള അധികാരം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് സാർ. നല്ല വീട് കിട്ടണുണ്ട്. അതെ സാർ, കൊച്ചിൻ കരീബിയാണ്. വെറുതെ അല്ല സ്റ്റെപ്പിന് കേടായി പോയത്. ഞങ്ങളൊരു ഫാമിലിയാണ്, അതുകൊണ്ട് ചാർജ് ഒന്നും ചെയ്യണില്ല. താങ്ക് യു സാർ. പിന്നെ നിങ്ങൾ ഭാഗ്യവതിയായ ഒരു ഭാര്യയാണ്ടാ. ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യം ചെയ്യണം, പുണ്യം. അപ്പൊ രണ്ടുപേരും നന്നായിട്ട് ജീവിക്കാം കേട്ടോ. ഭയങ്കര പുണ്യമാ ചെയ്തിരിക്കുന്നത് സാർ. വെള്ളം അടിച്ച് ഇതുപോലെ പൂക്കുറ്റിയായിട്ട് നിൽക്കുമ്പോ മാത്രം ഇയാൾക്ക് എന്നോട് സ്നേഹം. സാർ നാളെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇയാൾ മറന്നിട്ടുണ്ടാവും. മൂക്കറ്റം വെള്ളം അടിച്ചാളെ മൂക്കും കുത്തി എടുത്തിട്ട് പോയി സാധനത്തിനാ കാണിക്കണ ചോറിയുള്ളൂ. എന്നാ പിന്നെ സ്റ്റേഷനിലേക്ക് പോകാടി. ഇങ്ങോട്ട് വാ മനുഷ്യ. സോറി സാർ. ചെറുതായിട്ടൊക്കെ ഉള്ളു കഴിക്കുള്ളൂ. ലോനപ്പം വരുമ്പോ മാത്രം. ഒരു കഷ്ടോട് ടാർജറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ് ഞാനാ പറഞ്ഞ കാര്യം? ഏത് കാര്യം? ലീവ്. തന്റെ ഭാര്യയുടെ പ്രസവത്തിൽ. എന്നാ ഭാര്യയുടെ പ്രസവം? ഞാൻ വീട്ടിൽ ചെന്ന് 10 മാസം കഴിഞ്ഞാ അവളുടെ പ്രസവം. മനസ്സിലായില്ല. ഞാൻ വീട്ടിൽ ചെന്ന് 10 മാസം കഴിയുമ്പോ അവളുടെ പ്രസവം. അതെന്താ അങ്ങനെ? ഞാൻ കല്യാണം കഴിച്ച പിന്നെ ഒരു ദിവസം അങ്ങനെ സാർ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടോ? റാസ്കലെ. വിളിക്കുന്നു. അല്ല, സാറ് പറയാനുള്ളത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അതെന്തിന്? സാറിന്റെ ജോലി ഭാരം കുറയ്ക്കാനായിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്.